IPL അങ്ങനെ ചെന്നൈ സൂപ്പർ കിങ്സ് പിന്നെയും പൊട്ടി. അവരിന്നലെ മൂന്നാമത്തെ തോൽവി ഏറ്റുവാങ്ങി RCBയോടാണ് അവരിന്നലെ പരാജയപ്പെട്ടത്. ടോസ് കിട്ടിയിട്ട് ചെന്നൈ നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് ബൗളിംഗ് തിരഞ്ഞെടുത്തു. അപ്പൊ ബൗൾ ചെയ്യുമ്പോൾ ചെന്നൈ ആരാധകർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ചേസിയും ജയിക്കാൻ വരുന്നു എന്ന്. തുടക്കത്തിൽ വിരാട് കോഹ്ലിയും ഫിൽ സാൾട്ടും കൂടി അവർക്ക് വേണ്ടി RCBക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു. വിരാട് കോഹ്ലിയുടെ ഒരു ക്യാച്ച് 8 റൺസ് ആകുമ്പോൾ ശിവൻ ദുബെ വിട്ടുകളയുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് ക്യാച്ച് എടുക്കുന്നത്. പിന്നീട് 28 റൺസിൽ കോഹ്ലിനെ പറഞ്ഞു വിടുന്നു. ഫിൽ സാൾട്ട് ആവട്ടെ 30 പന്തിൽ 46 റൺസ്. അങ്ങനെ പവർ പ്ലേ ചെയ്യുമ്പോൾ 6 ഓവറിൽ 51 റൺസിന് ഒരു വിക്കറ്റ്. ദേവദത്ത് പടിക്കൽ വണ്ടൗട്ട് ആകുന്നു. അദ്ദേഹം വളരെ പതിയെ മെല്ലെ കളിച്ചു പോകുന്നു. പിന്നെ അദ്ദേഹത്തിന് സുപ്രധാന ശൈലി എടുക്കുന്നു. അദ്ദേഹം 29 ബോളാകുമ്പോൾ 50 റൺസിലേക്ക് ഔട്ട് ആവുന്നു. 5 4ഉം 2 6ഉം. അദ്ദേഹത്തിന് ഓർഡറിംഗ് ക്ലീൻ ബോൾഡാക്കി വരുന്നു. രജത് പട്ടിദാർ അവരുടെ നായകൻ, വിശ്വസ്തനായ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ, നമ്പർ 4 ബാറ്റ്സ്മാൻ, 19 ബോളിലെടുത്ത് 48 റൺസ്, 6 പടുകൂറ്റൻ സിക്സറുകളും ഒരു ബൗണ്ടറിയും. അതിന് 250 സ്ട്രൈക്ക് റേറ്റ് അദ്ദേഹം കളിച്ചു. എല്ലാവർക്കും അടിച്ചു. അതായത് യഥാർത്ഥത്തിൽ അദ്ദേഹം 16 ഓവർ ആകുമ്പോഴത്തേക്ക് 40 റൺസിലേക്ക് എത്തുക. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ആകെ 4 പന്തേ കിട്ടിയിട്ടുള്ളൂ. പിന്നീടല്ല 4 ഓവറിൽ അദ്ദേഹം ഹിറ്റ് ജയിക്കാൻ പറ്റില്ല. പക്ഷെ 19 പന്തിൽ 48 റൺസ് നോട്ട് ഔട്ട്. പിന്നെ ടിം ഡേവിഡിന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ടിം ഡേവിഡ് യഥാർത്ഥത്തിൽ ചെന്നൈ ബൗളേഴ്സിനൊക്കെ എടുത്തിട്ട് അലക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഓവർട്ടനൊക്കെ കിട്ടിയ ടീമിലെ 30 റൺസാണ് ഒരു ഓവറിൽ കിട്ടിയത്. 25 പന്തിൽ 70 റൺസാണ് ടിം ഡേവിഡ് അടിച്ചെടുത്തത്. 8 സിക്സറുകളും 3 4കളും. ഒരു 6 ഒക്കെ വന്നിരിക്കുന്നത് ഔട്ട് ഓഫ് ദി ഗ്രൗണ്ട് ആയിരുന്നു. 6 ഒക്കെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ 250 റൺസാണ് അവർ അടിച്ചു കൂട്ടിയത്. കാരണം 230 റൺസിൽ ജയിക്കാൻ പറ്റില്ല. അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോ പിന്നെ ഇവിടെ ചെന്നൈയുടെ ബൗളിംഗ് നിര, ഈ ബൗളിംഗും വെച്ചിട്ട് അവർ സത്യം പറയുകയാണെങ്കിൽ അവർ ഇടത്തും പോകുന്നില്ല. ഇപ്പൊ ഖലീൽ അഹമ്മദ് 4 ഓവറിൽ 37 റൺസ് കൊടുത്തു. അദ്ദേഹം മാത്രമാണ് ഒരു അല്പമെങ്കിലും എല്ലാ കളിയിലും കുറച്ചും കൂടി മികച്ച രീതിയിൽ ബൗൾ ചെയ്യുന്നത്. ഹെൻറി 3 ഓവറിൽ 36 റൺസ്. അൻഷുൽ കമ്പോജ് 4 ഓവറിൽ 52-1. നൂർ അഹമ്മദിന് 4 ഓവറിൽ 49. ശരിയാണ്, ചിന്നസ്വാമിയിൽ സ്പിന്നേഴ്സ് അത്ര പ്രാധാന്യം നിൽക്കുന്ന സ്റ്റേഡിയമാണ്, പിച്ചാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ 4 ഓവർ 49. ജേമി ഓവർട്ടൺ 3 ഓവറിൽ 42. അദ്ദേഹത്തിന് 2 ഓവറിൽ 12 റൺസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 19ാമത്തെ ഓവർ വന്നിട്ടല്ല അടിയങ്ങനെ കിട്ടുന്നത് 30 റൺസ്. പിന്നെ ശിവൻ ദുബെ 2 ഓവറിൽ 30. അങ്ങനെ എല്ലാ ബോളേഴ്സിനെയും അവരെടുത്തിട്ട് അലക്കി, വരുന്നവനും പോകുന്നവനും ഒക്കെ എടുത്തിട്ട് അലക്കി എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ 20 ഓവറിൽ 250 റൺസിലേക്ക് എത്തി. മറുപടി ബാറ്റിങ്ങില് തുടക്കത്തിലെ പിഴക്കുന്ന കാഴ്ചയാണ് കണ്ടത് നമ്മള്. ജേക്കബ് ഡഫി സഞ്ജു സാംസനെ പറഞ്ഞു, നമ്മുടെ ഋതുരാജ് ഗെയ്ക്വാദിനെ പറഞ്ഞു വിടുന്നു. അദ്ദേഹമാണ് ആദ്യം പോകുന്നത്. 3 പന്തിൽ 7 റൺസ്. സഞ്ജു സാംസൺ ആവട്ടെ 5 പന്തിൽ 9 റൺസും എടുത്ത് സാംസൺ പോകുന്നു. അവരുടെ ഈ ഓപ്പണേഴ്സ് ക്ലിക്ക് ആവുന്നില്ല, അതൊരു പ്രശ്നമാണ്. ഇപ്പൊ CSK ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഒരു പെയറാണ് ഗെയ്ക്വാഡും സാംസണും ഓപ്പണിംഗ് പെയർ. ഈ പെയർ ഇതുവരെ ക്ലിക്ക് ആയിട്ടില്ല 3 കളിയും. ഗെയ്ക്വാദ് ആവട്ടെ കഴിഞ്ഞ സീസണിലും ഈ സീസണിൽ ഇപ്പൊ സ്റ്റാർട്ടിംഗ് ഒക്കെ ഫോം ഔട്ടാണ്. സാംസൺ വേൾഡ് കപ്പിൽ മികച്ച ഫോമിലാണ് കളിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് കൺസിസ്റ്റന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം തുടക്കത്തിൽ 3 കളി പരാജയപ്പെട്ടില്ലേ. ഇന്നലെ സ്ലിപ്പിൽ ക്യാച്ച് കൊടുത്ത് അദ്ദേഹം പോകുന്നു. ഗെയ്ക്വാദ് മാത്രം തന്നെയാണ് പോകുന്നത്. പിന്നെ ആയുഷ് മാത്രേ കഴിഞ്ഞ കളി 70 റണ്ണൊക്കെ അടിച്ചു. അപ്പൊ അവര് പറഞ്ഞു നമ്മൾ നമ്പർ 3 ബാറ്റ്സ്മാൻ ആയി ആയുഷ് മാത്രം കിട്ടിയൊക്കെ സെറ്റാണോ ഒക്കെ പറഞ്ഞു. അദ്ദേഹം ഇന്നലെ 1 റൺസാണ് എടുക്കുന്നത്. ഭുവനേശ്വർ കുമാർ അങ്ങനെ തന്റെ 200ാമത്തെ വിക്കറ്റുകളും തികയ്ക്കുന്നു. ആയുഷ് മാത്രമേ ഔട്ടാകുന്നത് വിക്കറ്റ് വീഴ്ത്തുന്നതോടുകൂടി. അദ്ദേഹം 3 പന്തിൽ 1 റൺസ്. പിന്നെ സർഫറാസ് ഖാന്റെ കളി നമ്മൾ എടുത്ത് പറയണം. അദ്ദേഹം മാത്രമാണ് ഒരു അല്പമെങ്കിലും ഒരു ഇന്റൻഷൻ കാണിച്ചിരുന്നാൽ. 25 പന്തിൽ 50 റൺസ് സർഫറാസ് അടിച്ചു. അദ്ദേഹത്തിന് കൃണാൽ പാണ്ഡ്യ വന്നിട്ട് ഔട്ടാക്കാണ്. കൃണാൽ പാണ്ഡ്യന്റെ ഫസ്റ്റ് ബോൾ ആയിരുന്നത്. സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, മിസ്സാവുന്നു, സ്റ്റംപ് ആവുന്നു. പിന്നെ കാർത്തിക് ശർമ്മ 14.5 കോടിക്കടുത്തൊരു പ്ലെയർ ആണെന്ന് നിങ്ങൾ നോക്കണം. കാർത്തിക് ശർമ്മ 3 പന്തിൽ 6 റൺസാണ് എടുക്കുന്നത്. കാർത്തിക് ശർമ്മയും കൃണാൽ പാണ്ഡ്യയാണ് ഔട്ടാക്കുന്നത്. പിന്നെ ശിവൻ ദുബെ ഈ ടൂർണമെന്റിൽ 3 കളിയിലും വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടില്ല. 13 പന്തിൽ 18 റൺസാണ് ശിവൻ ദുബെ എടുത്തത്. പ്രശാന്ത് ആവട്ടെ മറ്റൊരു 14 കോടി. അദ്ദേഹം 29 പന്തിൽ 43 റൺസ്, 6 ബൗണ്ടറികൾ അടിച്ചു. അദ്ദേഹവും കുറച്ച് കളിച്ചിട്ടുണ്ട്. ഒരു സിക്സറുകളും അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് വന്നു മറക്കുന്നില്ല. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? രവീന്ദ്ര ജഡേജക്കൊക്കെ പകരമാണോ ഈ കാർത്തിക് ശർമ്മയും പ്രശാന്ത് എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. കാരണം ശിവൻ ദുബെന്റെ ഭാഗത്ത് നിന്ന് കുറച്ചും കൂടി മികച്ച രീതിയിൽ കളിക്കേണ്ടി വരുന്നുണ്ട്. അത് കളിക്കുന്നില്ല. നമ്മുടെ കാർത്തിക് ശർമ്മക്ക് മികച്ച രീതിയിൽ കളിക്കാൻ പറ്റുന്നില്ല. പ്രശാന്ത് ഇന്നലെ കളിച്ചു. ഇന്നലെ വലിയ കളിയൊന്നും കളിച്ചിട്ടില്ലയോ. 29 പന്തിൽ 43 റൺസാണ് പ്രശാന്ത് എടുക്കുന്നത്.
പിന്നെ ജേമി ഓവർട്ടൺ 16 പന്തിൽ 37 റൺസ്. അദ്ദേഹം ഒന്ന് ആനടിച്ചു. അദ്ദേഹം ആനടിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയോ? ചെന്നൈ ശരിയാണ്, ചെന്നൈ 8 ഓവർ ആകുമ്പോഴത്തേക്ക് 100 റൺസ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വിക്കറ്റുകൾ ഓരോന്ന് വെറുതെ ഓരോന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ജേമി ഓവർട്ടൺ അറ്റാക്ക് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് നെറ്റ് റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. നല്ല രീതിയിൽ ഡാമേജ് ചെയ്യുന്ന പ്രശ്നം. അതുകൊണ്ട് അവസാനം വരെ നിന്ന് ഓവർട്ടൺ അടിക്കേണ്ടതുണ്ടായിരുന്നു. പിന്നെ അൻഷോൾ കമ്പോജ് 12 പന്തിൽ 19 റൺസിൽ നോട്ട് ഔട്ടായി. നൂർ അഹമ്മദ് 8 റൺസ്, മാറ്റ് ഹെൻറി 2 റൺസ്. ഇപ്പോ സർഫറാസ് ഖാൻ പോകുന്ന 77 റൺസിലാണ്. അത് കഴിഞ്ഞ് കാർത്തിക് ശർമ്മ 84 പോകുന്നു, ശിവൻ ദുബെ 108, പിന്നെ പോകുന്ന 165 റൺസിലാണ് പ്രശാന്ത് തീർ പോകുന്നത്. പിന്നെ 178 ഓവർടൈം പോകുന്നു. അങ്ങനെ അവർ വിക്കറ്റ് പോകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് അങ്ങനെ അവർ 207 റൺസ് എടുത്തിന് വലിയ രീതിയിൽ നെറ്റ് റൺ ഡാമേജ് ഉണ്ടായിട്ടില്ല. 10-45 റൺസിന് തോറ്റുന്നത് ശരിയാണ്. എന്നാൽ പോലും നമ്മളൊരു 100 റൺസ് ഒക്കെ പരാജയപ്പെടുമെന്ന് ഒരു ഘട്ടത്തിൽ വിചാരിച്ചത്. ഇതിലേക്ക് എന്തായാലും CSK പോയിട്ടില്ല. പക്ഷെ അവരുടെ ബോളിംഗിൽ ഇപ്പോഴും പ്രശ്നമുണ്ട്. അവരുടെ ബോളിംഗ് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിനെന്തൊരു പരിഹാരം കാണുമെന്നും കണ്ടറിയണം. കാരണം ഇപ്പോ സ്പെൻസർ ജോൺസൺ വന്നാൽ ഇതിനൊരു പരിഹാരമാകും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മാറ്റ് ഹെൻറിയെ മാറ്റി സ്പെൻസർ ജോൺസൺ കൊണ്ടുവരുമെന്ന് വിചാരിക്കാം. പക്ഷെ അതിന് പരിഹാരമാകും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബാറ്റിംഗിൽ കൺസിസ്റ്റന്റ് ഇല്ല. ഇപ്പൊ രുദ്രാജും സാംസണും ഒന്നും ഇപ്പൊ കൺസിസ്റ്റന്റ് ഇല്ല. ആയുഷ് മാത്രമേ ഒരു കളി കളിച്ചു. സർഫറാസ് ഖാൻ മാത്രമാണ് പിന്നെയും കുറച്ചും കൂടി കൺസിസ്റ്റന്റ് കളിക്കുന്നത്. പിന്നെ ശിവൻ ദുബെക്ക് ഒന്നും ആ പഴയ മികവിലേക്ക് വരാൻ പറ്റുന്നില്ല. ഇപ്പൊ ഡെവൽഡ് ബ്രവിസ് വന്നാൽ കുറച്ചും കൂടി മികവാകുമെന്നാണ് CSKയുടെ ആരാധകർ വിശ്വസിക്കുന്നത്. ഇന്നലത്തെ കളി ഇപ്പൊ കഴിഞ്ഞപ്പാട് നമ്മുടെ ഋതുരാജ് ഗെയ്ക്വാദ് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ? ഈ കളി തോൽവിയുടെ ഉത്തരവാദിത്വം മൊത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് കൃത്യമായ ബോധമുണ്ട്. താൻ കുറച്ചും കൂടിയും നല്ല രീതിയിൽ നോക്കി കളിച്ചില്ലെങ്കിൽ ചിലപ്പോ കളിയുടെ ഗതി വേറെ ആവുമായിരുന്നു എന്നാണ് ഋതുരാജ് ഗെയ്ക്വാദായ CSKയുടെ നായകൻ പറയുന്നത്. പിന്നെ രജത് പട്ടിഡാറിന്റെ കാര്യം, അദ്ദേഹം ഇപ്പോൾ നമ്പർ 4 കളിക്കുന്ന ഏറ്റവും മികച്ച പ്ലെയറിൽ ഒരാളല്ലേ രജത് പട്ടിഡാർ. അത് IPL ആയിക്കോട്ടെ, T20 ക്രിക്കറ്റിലായിക്കോട്ടെ. പക്ഷെ ഈ താരത്തിന് എന്തുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം നമുക്കുണ്ട്. കാരണം IPL ഇത്രയും മികച്ച രീതിയിൽ നമ്പർ 4 കളിക്കുന്ന വേറെ അടുത്ത കാലത്ത് ഒരു പ്ലെയർ ഉണ്ടോ? സ്പിന്നറിനൊക്കെ ഇത്രയും കിടിലം പോയി അറ്റാക്ക് ചെയ്യുന്ന വേറെ പ്ലെയർ ഉണ്ടോ എന്ന് സംശയമല്ലേ. പിന്നെ ടിം ഡേവിഡിന്റെ കാര്യം, അദ്ദേഹത്തിനാണ് ഇന്നലെ യഥാർത്ഥത്തിൽ മാൻ ഓഫ് ദി മാച്ച് ലഭിക്കുന്നത്. അദ്ദേഹം ഇന്നലെ അക്ഷരാർത്ഥത്തിൽ എല്ലാ പ്ലെയറിനെയും അടിച്ചങ്ങ് പരത്തി ഓവർടേക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഞാനിത് ഫണ്ണായിട്ടാണ് കാണുന്നതെന്നാണ് പറയുന്നത്. കാരണം ഇതൊരു വലിയ നല്ല സ്റ്റേഡിയമാണ്, എനിക്ക് നല്ല വൃത്തിക്ക് അടിക്കാൻ പറ്റുന്നുണ്ട്, അത് ഞാൻ അങ്ങനെ അറ്റാക്ക് ചെയ്ത് കളിച്ചു എന്നാണ് ടിം ഡേവിഡ് പറയുന്നത്. പിന്നിപ്പോ RCBയുടെ കാര്യത്തിലൊക്കെ RCB ഇപ്പൊ കഴിഞ്ഞ കളി SRHനെ 210 റൺസ് ജയിച്ചെടുത്തുള്ളൂ 16 ഓവറിൽ. ചെന്നൈയിന് ഇന്നലെ അക്ഷരാർത്ഥത്തിൽ അടിച്ച് പൊട്ടിക്കുകയും ചെയ്തു. അപ്പോ RCB എടുത്ത സ്കോഡ് ബാറ്റിംഗ് ആയാലും ബൗളിംഗ് ആയാലും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കോഡാണ് RCBക്കുള്ളത്. പക്ഷെ CSKയുടെ കാര്യം അങ്ങനെയല്ല. അവര് പരിതാപകരമായ അവസ്ഥയിലാണ് ഇപ്പൊ പോകുന്നത്. CSKക്ക് ഇനി തിരിച്ചു വരണ്ടെങ്കിൽ 2 ഓപ്ഷനുള്ളൂ. ഒന്നിക്കൽ മാക്സിമം റൺ എടുക്കുക, 350 റൺ എടുത്തിട്ട് ഡിഫെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ബൗളിങ്ങിൽ കുറെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. അപ്പോ കൂടുതൽ വീഡിയോസുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും.